വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഒരു യുവതിയുടെ ഇടനിലയിലെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിൽ സ്വാധീനം ഉറപ്പിക്കാനും പോറ്റിയെ കടകംപള്ളി സഹായിച്ചു. ആദ്യം ഒരു നിർണായക പ്രതികരണമുണ്ട്, അത് കേൾക്കാം. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗവൺമെൻറ്, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എൻ്റെ ഗവൺമെൻറ്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവെ, ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് തെളിയുന്നുണ്ട് നമ്മുടെ മുൻപിൽ. ഒന്നാമത്തേത്, കടകംപള്ളി ആദ്യം പറഞ്ഞത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല. ഒപ്പം മാധ്യമപ്രവർത്തകർ എന്ന അഭിസംബോധന ചെയ്തത് അനിയ എനിക്ക് പ്രായക്കൂടുതലുണ്ട്, അതുകൊണ്ട് പല കാര്യങ്ങളും ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത്, അദ്ദേഹം പിന്നീട് പറയുന്നു ഈ പോറ്റിയുടെ പിതാവിൻ്റെ ഒരു ചടങ്ങിന് അദ്ദേഹം അവിടെ പോയിരുന്നുവെന്ന്. പിന്നീട് നമ്മൾ മൂന്നാമത് കണ്ട ചിത്രം എന്ന് പറയുന്നത് ഹെൽമറ്റ് പോലും വെക്കാതെ പാഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് മുൻപിലെത്തുന്ന ഈ കടകംപള്ളി സുരേന്ദ്രനെയാണ്. അങ്ങനെ സ്വർണ്ണക്കവർച്ചയിൽ അടിമുടി ദുരൂഹത കടകംപള്ളി എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി നമുക്കറിയേണ്ടത് ഈ പോറ്റിയുമായുള്ള നിർണായക ഇടപെടലുകളിൽ ഒരു യുവതി ഇടനിലക്കാരിയായി നിന്നുവെന്നാണ്. ആ യുവതിയെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ രാജീവിന് ലഭിച്ചോ? അപ്പം അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തിനാണ് കടകംപള്ളി അന്ന് ഈ ചെന്നിത്തലയെ കാണാൻ പോയത്? എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്, രാജീവ്? അശ്വതി, പ്രധാനമായും അങ്ങനെ ഓർക്കാതിരിക്കേണ്ട ബന്ധമൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ളത്. മുൻ ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ, അതായത് ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച തുടങ്ങുന്നത് 2018 2018 ശബരിമല യുവതീ പ്രവേശന വിഷയം സജീവമായി നിൽക്കുന്ന കാലഘട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് ശബരിമലയിൽ ഈ സ്വർണ്ണക്കവർച്ചയ്ക്കുള്ള ആസൂത്രണമായ ഗൂഢാലോചന നടക്കുന്നത്. ആ കാലം മുതൽ ഇങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ നന്നായി തന്നെ കടകംപള്ളിക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരുന്നതും അതിനോടുള്ള പ്രതികരണങ്ങളായിരുന്നു കടകംപള്ളി നടത്തിയത്. അതായത് അങ്ങനെ എത്ര പ്രായമായാലും ഓർക്കാതിരിക്കേണ്ട ബന്ധമൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഗൺമാനോട് വിളിച്ചു ചോദിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമല്ല ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും SIT കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. വർഷങ്ങളായി തന്നെ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു, കോറി മാഫിയ ബന്ധങ്ങളുണ്ടായിരുന്നു, കോറി ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ബാങ്ക് രേഖകളൊക്കെയാണ് നിലവിൽ ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ പരിശോധിച്ചാലും കടകംപള്ളിയുടെ ഇടപാടുകൾ പരിശോധിച്ചാലും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഒരു സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യുവതി കൂടി ഇതിൽ പങ്കാളിയാണ് എന്ന വിവരം SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ യുവതിയെ ഇടനില നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നിരിക്കുന്നത് എന്നാണ് നിലവിൽ പ്രധാനമായും SIT കണ്ടെത്തിയിരിക്കുന്നത്. കഴക്കൂട്ടം സ്വദേശിയാണ് ഇവർ എന്നുള്ള ഒരു വിവരം കൂടി SIT നൽകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാര്യം അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ആണ് ഈ കേസുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തുന്നതിന് നമുക്കും പരിമിതികളുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും